എല്ലാവർക്കും പണമാണോ വേണ്ടത്? എല്ലാരും വിചാരിക്കടോ പണമുള്ളവനല്ല പണക്കാരൻ. നമ്മൾ പഠിക്കേണ്ടതാ, പണമുള്ളവനല്ല പണക്കാരൻ. ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനാരാ? പണമുള്ളവനല്ല. എന്റെ പ്രിയപ്പെട്ടവരെ പഠിക്കണം, പണമുള്ളവനല്ല ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരൻ. അല്ല തന്നത് കൊണ്ട് തൃപ്തിപ്പെടുന്നവനാണ്. ചെറിയ ഒരു വീടാണുള്ളത്, പടച്ചവനെ കൂലിപ്പണിയാണുള്ളത്, കടലിൽ പോയി അന്നത്തെ അന്നം കിട്ടുന്നവനാണ്. പടച്ചവനെ അവൻ അസൂയയില്ല, ആരോടും കുശുമ്പില്ല, വൈരാഗ്യമില്ല. പടച്ചവനെ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവനാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ എന്ന് പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് അവനെക്കാളും വലിയ വീട് വേണം. അവൻ ആ കാറ് വാങ്ങി ഇങ്ങനെ അതിനെക്കാളും മുകളിൽ എനിക്ക് വേണം. വാശിയാ, വൈരാഗ്യമാ, അസൂയയാ. എന്നാ റോഡിൽ കുടിയെടുക്കുന്ന അന്യ സംസ്ഥാന തൊഴിലാളികൾ ഉണ്ടല്ലോ, പൈപ്പിന്റെ കുടിയെടുക്കുന്നവരുണ്ടല്ലോ, അവരെ കണ്ടുപിടിക്കണോ. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഭാര്യയും ഭർത്താവും കിടന്ന് വെയിലത്ത് കിടന്ന് കഷ്ടപ്പെടുകയാ. വൈകുന്നേരമായ തുച്ഛമായ ശമ്പളം കിട്ടുകയാണ്, തുച്ഛമായ ശമ്പളം കിട്ടുകയാ. അതും വാങ്ങിയിട്ട് അവര് പോയിട്ട് ഈ കടലിന്റെ സൈഡിൽ എവിടെയെങ്കിലും പോയി കുളിക്കുകയാണ്. പടച്ചവനെ, ഭാര്യയും ഭർത്താവും കുളിക്കുകയാ. എന്നിട്ട് അതാ പ്രണയ ജോഡികളെ നടക്കുന്നത് പോലെ, അതാ പ്രണയിച്ചവര് നടക്കുന്നത് പോലെ ഭാര്യയും ഭർത്താവും കൂടെ കയ്യിൽ പിടിച്ച് കടലോരത്തുകൂടെ നടക്കുകയാണ്. ഏതെങ്കിലും ഒരു കടയിൽ കയറി വയറ് നിറച്ചു ഭക്ഷണം കഴിച്ചു. എന്നിട്ട് പടച്ചവനെ, ഒന്നുകിലെ കടത്തിണ്ണയിലാകാ, അല്ലെങ്കിൽ ഒരു ഷെഡിനകത്താണ്. പടച്ചവനെ, രണ്ടുപേരും പോയി സുഖമായിട്ട് കിടന്നുറങ്ങുകയാ. പടച്ചവനെ, പോലുള്ള കൊട്ടാരം കാണുമ്പോ അവരാഗ്രഹിക്കാറില്ല ഇതിനെക്കാളും വലിയ വീട് വേണമെന്ന്. കട കാണുമ്പോ കൊതിക്കാറില്ല. അവർക്കാരോടും അവർക്ക് ആർത്തിയില്ലടോ, അവർക്ക് വാശിയില്ലടോ. അവര് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവരാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്ന, വർമ്മബിമാ ഖസമല്ലാഹു ലക തകുന്ന ഗിനന്നാസ്. അല്ലാഹു തന്നതുകൊണ്ട് തൃപ്തിപ്പെടാനുള്ള ഒരു മനസ്സുള്ളവരാണ് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനെന്ന് നബിതങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു തരുമ്പോ, ആദമിന്റെ മക്കൾക്ക് പ്രായമാകുമ്പോ ആഗ്രഹം കൂടുന്ന ഒന്നാമത്തെ കാര്യം പണത്തിനോടുള്ള ആർത്തിയാ.